ഹായ് മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി പൂ പോലത്തെ നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒട്ടും ചോറോ തേങ്ങയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല പൂ പോലത്തെ ഒരു വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ജാറെടുത്തു. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവിട്ട് കൊടുക്കുന്നുണ്ട്. മാവ് ആദ്യം ഇട്ടിട്ട് മണ്ടയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മാവ് അടിയിൽ കട്ട പിടിച്ച് അരയാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1.5 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1-1.5 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതൊരു മുക്കാൽ മണിക്കൂറിനകം നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതൊന്ന് അടിച്ച് വെച്ചിട്ട് കറി റെഡിയാക്കി എടുക്കുമ്പോഴത്തേനും നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി കിട്ടും. ഇതിലേക്ക് നമുക്കിനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1.25 ടീസ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില. അപ്പോൾ തേങ്ങയൊന്നും ചേർത്ത് അപ്പമൊക്കെ ഉണ്ടാക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 1 കിലോ തേങ്ങയുടെ വില 95 രൂപയാണ് കേട്ടോ ഇന്നത്തെ വില. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ മാവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ ഈ ജാറൊന്ന് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ജാറ് ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. വീണ്ടും വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂടാൻ നേരത്ത് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഈ മാവൊക്കെ കുഴച്ച് വെക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് കലക്കി, അത് ദോശമാവായാലും ഇഡ്ഡലി മാവായാലും ഒക്കെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ മാവൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് അപ്പമാണ് നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മുക്കാൽ മണിക്കൂർ കൊണ്ട് അപ്പം റെഡിയാക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് അരിയിലാണ് ചെയ്യണമെന്നുള്ളതെങ്കിൽ തലേദിവസം രാത്രി അരി വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അരിയും ഒരല്പം പഞ്ചസാര, ഉപ്പ്, ഇപ്പം ഞാൻ ചേർത്ത് ആ സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് നമുക്ക് അടിച്ചു വെച്ചാൽ മാത്രം മതിയാവും. ഇപ്പം ഞാൻ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, നമ്മുടെ മാവ് എത്ര മാത്രം പൊങ്ങി വന്നിട്ടുണ്ടെന്ന് കണ്ടോ. ഇത്രത്തോളം പൊങ്ങി നല്ല പോലെ. ഇപ്പോൾ കണ്ടാൽ ഈ പത കൂടി ഇങ്ങനെ ഇരിക്കുക, പതഞ്ഞിരിക്കുക മാവ്. അത്രയ്ക്ക് മാവ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോറോ തേങ്ങ സോഡാപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കണ്ട. കണ്ടല്ലോ, നല്ല മാവ് നല്ല സോപ്പ് അതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കട്ടി ആവശ്യം നമുക്കറിയാം ലൂസ് എത്ര വേണമെന്നുള്ളത് അപ്പത്തിൻ്റെ. അതിനനുസരിച്ച് നമുക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജാറ് കഴുകിയ വെള്ളം കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടെ നമുക്ക് മാവ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം, ഞാനിപ്പോൾ ഇരുമ്പ് ചട്ടിയല്ല ചെയ്യുന്നത്, നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നവർ അതിൽ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ആ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്ക് കല്ല് ചൂടായി വരണം, എണ്ണ തൂത്ത് കൊടുക്കുക. അതിന് ശേഷം മാവ് ഒഴിച്ച് ചുറ്റിച്ച് അടച്ച് വയ്ക്കാം. ഇപ്പോൾ മുട്ടക്കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി എന്തിൻ്റെ കൂടെയും നമുക്ക് അപ്പം കഴിക്കാൻ പറ്റും. അപ്പോൾ കറി തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ മാവ് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ അപ്പം നമുക്ക് വെന്ത് കിട്ടുന്നത് അറിയാൻ പറ്റും കേട്ടോ. ഈ അടപ്പ് നമ്മൾ അടച്ച് വെച്ച് ശ്രദ്ധിച്ച് നിന്നാൽ ഇത് നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോൾ ചു എന്നൊരു സൗണ്ട് കേൾക്കും കേട്ടോ. ഈ എന്തോന്നറിയത്തില്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ നീരാവി നിന്നിട്ട് വീഴുന്ന എന്തോ ഒരു സൗണ്ട് കേൾക്കും. ആ സമയം നമ്മളൊന്ന് അടപ്പ് തുറന്നാൽ നമ്മുടെ അപ്പം പെർഫെക്റ്റായിട്ട് ഒട്ടും തന്നെ പൊട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ 2 കൂടെ ഒഴിക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ എനിക്ക് തോന്നി ചട്ടി ചുറ്റിക്കുന്നത് കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മൾ കൊച്ചു മൊബൈലൊക്കെ വെച്ചല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് വരും. മാത്രമല്ല എനിക്കിപ്പോഴും തോന്നുന്നു അത് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ അടുത്ത് 1 കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ചുറ്റിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഒട്ടും പാചകം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് എടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഇതായിട്ട് തോന്നരുത് കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റായിട്ടല്ലേ അപ്പം ഞാൻ എടുത്തേക്കുന്നത്, കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.
എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിൽ ചെയ്ത് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രുചി ഒന്ന് പ്രത്യേകത തന്നെയാണ് കേട്ടോ. നമ്മൾ അത്രയ്ക്കും വൃത്തിയോടെ എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഒരൊട്ടും ഒന്നും മായം ചേർക്കാതെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മുടെ അപ്പമെല്ലാം ഇവിടെ അങ്ങനെ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും